മുഖ്യമന്ത്രി കസേര സ്വപ്നമിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തമിഴ് നടൻ വിജയ്ക്കും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കും സ്വന്തം മകൻ ഉദയനിധി സ്റ്റാലിനിലൂടെ ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഒരു ചരിത്ര നിമിഷത്തിന്റെ പുനരാവർത്തനത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. 2009 എങ്ങനെയാണോ അന്നത്തെ മുഖ്യമന്ത്രി കരുണാനിധി സ്വന്തം മകനായിരുന്ന എം.കെ. സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി അവരോധിച്ചത്, സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് എം.കെ. സ്റ്റാലിൻ മകനും സ്വന്തം നിയമസഭയിലെ അംഗവും കൂടിയായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി അവരോധിക്കുന്നത്. മക്കൾ രാഷ്ട്രീയത്തിനും കുടുംബാധിപത്യത്തിനും ഒക്കെ അപ്പുറം രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എം.കെ. സ്റ്റാലിന് ഈ നീക്കത്തിലൂടെ ഉണ്ട്. ഒന്ന്, അത് യുവാക്കളെയും യുവതലമുറയെയും പരമാവധി DMK-യിലേക്ക് അടുപ്പിക്കുക എന്നത് തന്നെയാണ്. DMK നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യുവതലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ആ വെല്ലുവിളി നേരിടാൻ ഏറ്റവും മികച്ച ആയുധം ഉദയനിധി സ്റ്റാലിനാണെന്ന് DMK നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. യുവാക്കളുമായി കൂടുതൽ നന്നായി സംവദിക്കാൻ കഴിയുന്ന, അവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഉദയനിധിയെപ്പോലെ താരതമ്യേന യുവാവായ വെറും 46 വയസ്സുകാരനായ ഒരു നേതാവ് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് സ്റ്റാലിനും DMK-യിലെ മുതിർന്ന നേതാക്കളും കണക്കുകൂട്ടുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇനി നിയന്ത്രിക്കാൻ പോകുന്ന രണ്ട് യുവ നേതാക്കൾക്ക് ചെക്ക് വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വന്തം മകനും DMK നേതാവുമായ ഉദയനിധിയെ ഇപ്പോൾ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നത്. ആ രണ്ട് നേതാക്കളിൽ ഒരാൾ തമിഴ് നടനായ വിജയാണ്. വിജയ് ഇതിനോടകം തന്നെ തമിഴ്ക്ക് വെട്രിക്കഴകം എന്ന പേരിൽ സ്വന്തം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്. തമിഴ്നാട്ടിൽ വിജയ് ഒരു നിർണായകമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഒരു നടൻ എന്ന രീതിയിൽ വലിയ ഒരു ആരാധക വൃന്ദത്തെ തമിഴ്നാടിന് പുറത്തും സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു നടനാണ് വിജയ്. അപ്പോൾ വിജയെ പോലെ 50 വയസ്സുകാരനായ വിജയെ പോലെ താരതമ്യേന ഒരു യുവാവായ വ്യക്തിയുമായി പോരടിക്കാൻ സ്റ്റാലിൻ മതിയാകില്ല, കുറച്ചുകൂടി യുവതലമുറയിൽപ്പെട്ട ഒരു നേതാവ് വേണം എന്നൊരു തോന്നൽ DMK-യുള്ളിലുണ്ട്. അതോടൊപ്പം തമിഴ്നാട്ടിലെ ബി.ജെ.പിയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന 40 വയസ്സുകാരനായ കെ അണ്ണാമലയ്ക്കും ഒരു ചെക്ക് വയ്ക്കുക എന്നൊരു ലക്ഷ്യം സ്റ്റാലിന് ഈ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധിയെ മാറ്റുന്നതിലൂടെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉദയനിധി സ്റ്റാലിന് ലഭിക്കുന്ന 4ാമത്തെ സ്ഥാനക്കയറ്റമാണിത് എന്നത് തന്നെയാണ്. 2019 അതുവരെ സിനിമാനുബന്ധ വ്യവസായങ്ങളുമായി നിന്നിരുന്ന ഉദയനിധി വളരെ പെട്ടെന്ന് DMK-യുടെ യുവജന വിങ്ങിൻ്റെ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നത്. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റും ലഭിച്ചു. അദ്ദേഹം വിജയിച്ച് MLA ആയി. തുടർന്ന് 2022 അദ്ദേഹത്തെ കായിക മന്ത്രിയായി നിയമിക്കുന്നത്. കായിക മന്ത്രിയായി വളരെ മികച്ച രീതിയിൽ ശോഭിക്കാൻ ഉദയനിധി സ്റ്റാലിന് സാധിച്ചു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്, ഫോർമുല 4 റേസിംഗ് കോമ്പറ്റീഷൻസ്, ഹോക്കി കോമ്പറ്റീഷൻസ്, അങ്ങനെ അന്താരാഷ്ട്ര മത്സരങ്ങൾ പലതും കായിക മന്ത്രി എന്ന നിലയിൽ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ ഉദയനിധിക്ക് സാധിച്ചു എന്നത് ഉദയനിധിയുടെ ഒരു നേട്ടമായി DMK നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉദയനിധി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട ഒരു വിവാദമാണ്. അത് ഉദയനിധി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തെ കൂടി വെളിപ്പെടുത്തുന്ന ഒരു വിവാദമായിരുന്നു. ആ വിവാദം സനാതനധർമ്മ വിവാദം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഉദയനിധി നടത്തിയ ഒരു പരാമർശം, ആ പരാമർശമാണ് ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യുന്ന ഒരു വിവാദമായി മാറിയത്. ആ പരാമർശം ഇങ്ങനെയായിരുന്നു: സനാതനധർമ്മം എന്നത് മലേറിയ പോലെ, ഡെങ്കി പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സനാതനധർമ്മം സാമൂഹിക നീതിക്കും സാഹോദര്യത്തിനും എതിരാണ് എന്നായിരുന്നു. ഇത് വലിയ വിവാദമായി പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തിയപ്പോൾ ഞാൻ അംബേദ്കറിനെയും പെരിയാറിനെയും ഉദ്ധരിച്ചാണ് ഇത് പറഞ്ഞത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സ്റ്റാലിനേക്കാൾ ഉറച്ച ഒരു പെരിയാറിസ്റ്റാണ് ഉദയനിധി എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വിവാദം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി മുതൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരോദയം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇനി ഉദയനിധി ആയിരിക്കും വരുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും DMK നയിക്കുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മുൻപേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുടെ പല നിർണായകമായ പദ്ധതികളും ആസൂത്രണം ചെയ്തത് ഉദയനിധി ആയിരുന്നു എന്നതും അത് വിജയം കണ്ടു എന്നതും ഉദയനിധിക്ക് വലിയൊരു ബെനിറ്റായി DMK നേതൃത്വം കാണുന്നുണ്ട്. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ ഇനി മുതൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്.